കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായ PC തോമസ് ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എന്തായാലും ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ഒരു ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിരീക്ഷകരെ കണ്ട് മടങ്ങുകയാണ് ചെയ്യുന്നത്. എന്താണ് പൊതുവെ ഒരു ഘടകകക്ഷി, പ്രധാന ഘടകകക്ഷി എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഒരു നിലപാട് എന്തായിരുന്നു പ്രധാനമായി പറയാനുണ്ടായിരുന്നത്? ഞങ്ങൾ പറഞ്ഞ നിലപാട് പ്രധാനമായിട്ടും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടി എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. കഴിവതും ജനകീയമായിട്ട് ജനങ്ങൾക്ക് താല്പര്യം ഏറ്റവും കൂടുതൽ എന്തോ എന്ന ഒരു രീതിയിൽ അതുകൂടി കണക്കിലെടുത്തായിരിക്കണം തീരുമാനം എന്നുള്ളത് എല്ലാവരുടെയും താല്പര്യമാണ്, ഞങ്ങളുടെയും താല്പര്യമാണ്. ഒരു ജനകീയ നേതാവ്, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു നേതാവിനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള അത്തരത്തിലുള്ള എന്തെങ്കിലും ചർച്ചകൾ വന്നിരുന്നു? അങ്ങനെ എടുത്തു പറഞ്ഞില്ല, ജനങ്ങളുടെ താല്പര്യം കൂടി കണക്കിലെടുത്ത് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ആരെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊന്നും പറഞ്ഞില്ല. അങ്ങനെ ചോദിച്ചിട്ടുമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവിനെ, ഇപ്പൊ പ്രധാനമായും KC വേണുഗോപാൽ, അതുപോലെ തന്നെ VD സതീശൻ, രമേശ് ചെന്നിത്തല, അങ്ങനെ ആർക്കെങ്കിലും പിന്തുണയുണ്ടോ പിന്നെ ഘടകകക്ഷികൾക്ക് എന്നുള്ള അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചോദ്യം വന്നില്ല, അങ്ങനെയുള്ള ചോദ്യം വന്നുമില്ല. ഞങ്ങൾ ആ ഒരു രീതിയിൽ എല്ലാവരും ഞങ്ങളും സംസാരിച്ചു തുടങ്ങിയത്. അതുകൊണ്ടായിരിക്കും ഞങ്ങളോട് പ്രത്യേകിച്ച് അങ്ങനെ ചോദിച്ചില്ല. ഞങ്ങൾ പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമാണ് പ്രധാനം. പിന്നെ ഞങ്ങൾ പറഞ്ഞു കഴിവതും ജനകീയമായിരിക്കണം, ജനങ്ങളുടെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതായിരിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഈ നടക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും KCനെ പിന്തുണയ്ക്കുന്നവർ, ഒരു ഭാഗത്ത് VD സതീശനെ പിന്തുണയ്ക്കുന്നവർ, ഇത്തരത്തിലുള്ള ഒരു വാർ, അതായത് തെരുവിലും അത്തരത്തിലുള്ള ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെടുന്നു, സോഷ്യൽ മീഡിയയിൽ വലിയ നടക്കുന്നു. പക്ഷേ ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെങ്കിൽ പോലും ഇത് UDFന്റെ ഇപ്പോഴുള്ള ഇത്രയും മാർജിൻ, ഇത്രയും സീറ്റിന് ജയിച്ചു നിൽക്കുന്ന UDFന് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ഷീണം ചെയ്യില്ല ഇത്തരത്തിലുള്ള? അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ പറഞ്ഞത് ഇറ്റ് ഷുഡ് ബി ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. തീരുമാനം എടുക്കുന്ന ഇനി നീട്ടുന്നത് ശരിയല്ല, പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്, ഉചിതം എന്ന് പറഞ്ഞതിൻ്റെ കാര്യവും അതാണ്. ആവശ്യമില്ലാത്ത ചർച്ചകളൊക്കെ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്, അത് ഒഴിവാക്കുക എന്നുകൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതിനെ താമസിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞത്. ജനപിന്തുണയുള്ള ഒരാൾ തന്നെ മുഖ്യമന്ത്രിയാകുക, ആ ഒരു രീതിയിലാണ് സംസാരിച്ചത്. ആയിക്കോട്ടെ. ഏതായാലും PC തോമസ് ആണ് നമ്മോടൊപ്പം സംസാരിച്ചത്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ജനപിന്തുണയുള്ള ഒരാൾ തന്നെ മുഖ്യമന്ത്രിയാകണം എന്നുള്ളൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഈ മൂന്നാളുടെ പേര് ചോദിച്ചുകൊണ്ട് ആരാണ് മുഖ്യമന്ത്രി ആവേണ്ടത് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഈ ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പാർട്ടിയുടെ നിലപാട്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട് വളരെ കൃത്യമായി തന്നെ അവിടെ അറിയിക്കാൻ കഴിഞ്ഞു എന്നും PC ജോസഫ് പറയുന്നു. ക്യാമറാമാൻ സന്തോഷ് ചായവർക്കൊപ്പം S വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.